ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. കപ്പകൃഷിയിലും വാഴകൃഷിയിലും സജീവമായി ശ്രദ്ധിക്കുന്ന ഉടുമ്പന്നൂർ ചീനിക്കുഴിയിലെ കർഷകനായ ശ്രീ തങ്കച്ചൻ ജോസഫ് അദ്ദേഹത്തിന്റെ കാർഷിക അനുഭവങ്ങൾ വിവരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ. അദ്ദേഹവുമായി സംസാരിക്കുന്നത് ശ്രീ അനുരാജ്. കിസാൻ വാണി ടീം ഇന്നെത്തിയിരിക്കുന്നത് തൊടുപുഴയ്ക്കടുത്തുള്ള ഉടുമ്പന്നൂർ എന്ന ഗ്രാമത്തിലാണ്. വേനൽ കടുത്തെങ്കിലും ഹരിതാഭമായ കാർഷിക കാഴ്ചകൾ കൊണ്ട് അനുഗ്രഹീതമാണ് ഈ കുടിയേറ്റ കാർഷിക ഗ്രാമം. ഉടുമ്പന്നൂർ ചീനിക്കുഴിയിലെ കർഷകനായ തങ്കച്ചൻ ജോസഫ് കിസാൻ വാണിയുമായി തൻ്റെ കാർഷിക അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടൻ എന്തൊക്കെയാണ് കൃഷി നടത്തുന്നത്? ഏതൊക്കെ തരത്തിലുള്ള വിളകളാണ് കൃഷി ചെയ്യുന്നത്? ഞാൻ വാഴ ഉണ്ട്, കപ്പയുണ്ട്, പിന്നെ പയറുണ്ട്. വാഴ എത്ര കാലമായിട്ട് വാഴ കൃഷി ചെയ്യുന്നു? ഏതിനം വാഴയാണ് കൃഷി ചെയ്യുന്നത്? ഞാൻ ഏത്തവാഴയാണ് ഈ നമ്മുടെ കരയിൽ കണ്ടത്തിൽ വയ്ക്കുന്ന വാഴ ആണ് കൂടുതലും കൃഷി ചെയ്യുന്നത്. ഈ വാഴയുടെ കൃഷി രീതികളെക്കുറിച്ചൊന്ന് വിശദമാക്കാമോ? കൃഷി എന്ന് പറഞ്ഞാൽ രീതികളെന്ന് പറഞ്ഞാൽ നമ്മൾ വാഴ വെച്ച് പിന്നെ ഇപ്പോൾ ഈ വേനലായതുകൊണ്ടാണ് വെള്ളത്തിനൊരു ഇതുണ്ട്. പിന്നെ ഇപ്പോൾ നനച്ച് കൊടുക്കുന്നതുകൊണ്ടാണ്. എന്നാലും ഇത് പഴുപ്പ് കയറും ഇതായിട്ട് നിൽക്കുവാണ്. ഇത് വെള്ളം നമ്മൾ കുഴികുത്തി വെള്ളത്തിന് ഇതാണല്ലോ ഇപ്പോൾ വേനലായതുകൊണ്ട് ഇതായിട്ട് നിൽക്കുന്നതുകൊണ്ട് ശരിക്കും നനച്ച് കൊടുക്കുന്നതുകൊണ്ടാണ് പിന്നെയും പഴമാതി കയറി വരുന്നത്. പിന്നെ ഈ കൈ അപ്പടി ഒടിഞ്ഞ് പഴുത്ത് പോകണം, അങ്ങനെ ഒടിഞ്ഞുള്ള ഇതുകൾക്ക് വന്നത്. ഈ ഏത്തവാഴ എത്ര കാലം കൊണ്ടാണ് വിളവെടുക്കാറാവുന്നത്? അതോടൊപ്പം തന്നെ ഇതിൻ്റെ മറ്റ് രീതികൾ എന്തൊക്കെയാണ്? ഈ മഴക്കാലത്ത് ഇതിനെ മറഞ്ഞു വീഴാതിരിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊന്ന് വിശദമാക്കാമോ? ചില ഇത് കൃഷി വെച്ച് കഴിയുമ്പോൾ ഒരു 11 മാസമൊക്കെ ആവും ഇത് കൊലച്ച് നമ്മൾ ഇതായി കഴിയുമ്പോഴത്തേക്കും എടുക്കാറാകുമ്പോഴത്തേക്കും. പിന്നെ മഴക്കാലത്ത് എന്ന് പറഞ്ഞാൽ ഇത് മുഴുവൻ നമ്മൾ വലിച്ച് കെട്ടുവാണ്. മഴക്കാലത്ത് കാറ്റാണ് വിഷയം. കാറ്റ് ഒത്തിരി വാഴകൾ അങ്ങനെ ഒടിച്ച് കളയുന്നുണ്ട്. നമുക്ക് ഒത്തിരി നഷ്ടങ്ങൾ അങ്ങനെ വരുന്നുണ്ട്. പിന്നെ മണ്ണ് കൂട്ടി കൊടുത്തും പിന്നെ ഊളും വലിച്ച് കെട്ടി നമ്മൾ പിടിച്ച് വേണം. എന്നാലും കാറ്റ് ഒരുപാട് വാഴകൾ നമുക്ക് നഷ്ടം വരുത്തുന്നുണ്ട്. ഇവിടെ ഒത്തിരി വാഴകൾ ഒടിച്ച് കളയും. കൊലക്കാറായ വാഴയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒടിച്ച് കളയുന്നത്. ഇങ്ങനെ ഒത്തിരി ഇപ്രാവശ്യം ഒരുപാട് 10-200-250 വാഴയൊക്കെ ഈ പ്രാവശ്യം മഴ കാറ്റത്ത് ഒടിച്ച് വെള്ളം പോയായിരുന്നു. പിന്നെ കുറേ കപ്പയുണ്ട്. കപ്പയാണെങ്കിലും കൂടുതലും ഈ കാറ്റ് ഊതുമ്പോൾ പെടന്ന് പോകും. പിന്നെ അത് വലിയ മണ്ണ് കൂട്ടിയൊക്കെ കെട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പോണത്. ഏത്തവാഴയ്ക്ക് ഇപ്പോഴെന്താണ് വില മാർക്കറ്റിൽ ലഭിക്കുന്നത്? ഈ വിലയിൽ തൃപ്തനാണോ താങ്കൾ? ഇപ്പോൾ ഒരു 25 രൂപ 30 രൂപ തോതിൽ അങ്ങോട്ട് പോകുള്ളൂ. അതുകൊണ്ടൊന്നും നമുക്കൊന്നും കിട്ടാൻ ഇല്ല. നമ്മൾ ഈ മുടക്കുന്ന കാശ് വരെ നമുക്ക് കഷ്ടിയൊക്കെയാണ് കിട്ടണുള്ളൂ. അതിന് വരെ ഇല്ല. കാരണം ഇപ്പോൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇല്ല, പക്ഷേ നമ്മൾ ഇങ്ങോട്ട് മേടിക്കുമ്പോഴാണ് വിലയുള്ളൂ. ഇപ്പോൾ വില തീരെ കുറവാണ് വാഴയ്ക്ക്. ഏത്തവാഴ മൂത്ത് പാകമായത് കൂടാതെ കറിക്കായിട്ട് വിൽക്കാറുണ്ടോ? അതിന് വില ലഭിക്കാറുണ്ടോ? ഉണ്ട്. അത് ഈ കാറ്റത്ത് പെടത്തി കളയണം കറിക്കായൊക്കെ ആയിട്ട് അത് കച്ചവടക്കാർക്ക് അത് നമുക്ക് ചിലപ്പോൾ 1/3 വിലയൊക്കെ ആയിരിക്കും നമുക്ക് തരുള്ളൂ. അത് പെടന്ന് പോകണ പോലെയൊക്കെ കറിക്കായ ആയത് കൊണ്ട് കൊടുക്കും. അതിനൊരു നമ്മൾ സാധാരണ വിലത്തെ കൊലക്കാർ ഒരു 1/3 വിലയൊക്കെ അവർക്ക് തോന്നുന്ന ഒരു വില ഇട്ട് നമുക്ക് തരുന്നു. അതേ ഉള്ളൂ. ചേട്ടൻ എത്ര വർഷമായിട്ട് ഏത്തവാഴ കൃഷി ചെയ്യുന്നുണ്ട്? അതോടൊപ്പം തന്നെ ഏതാണ് ചേട്ടന് ലഭിച്ച ഏറ്റവും കൂടിയ വില? ഏത്തക്കായ്ക്ക് ലഭിച്ച ഏറ്റവും കൂടിയ വില ഏതായിരുന്നു? കുറഞ്ഞ വില ഏത് കാലത്താണ് ലഭിച്ചത്? ഏത്തക്കായ ഒരു 50 രൂപ വരെ കിട്ടിയിട്ടുണ്ട് കിലോയ്ക്ക്. പിന്നെ കുറഞ്ഞത് 25 രൂപ വരെയൊക്കെ നമുക്ക് കുറഞ്ഞും വന്ന് കിട്ടിയിട്ടുണ്ട്. ഒരു 10 വർഷമായി നമ്മളിത് കൃഷി തുടങ്ങാൻ തുടങ്ങിയിട്ട്. പിന്നെ കുറേ ഇതുപോലെ പറഞ്ഞാൽ കുറച്ച് നഷ്ടങ്ങൾ വരുന്നുണ്ട്. കാറ്റൊടിച്ചും അതൊക്കെ ആയിട്ടും കുറേ അങ്ങനെ പോകുന്നുണ്ട്. ഏത്തവാഴയ്ക്ക് ഇടവിളയായി ഏതെങ്കിലും തരത്തിലുള്ള കൃഷി നടത്താറുണ്ടോ? അത് ലാഭകരമാണോ? ഇടവേളയായിട്ട് ഈ പയർ തടപ്പയറൊക്കെ ആയിട്ട് കിട്ടും. പിന്നെ വള്ളിപ്പയറൊക്കെ അതിൻ്റെ ഇടയിൽ കൃഷിയായിട്ട് ഇത് വലുതാണതിന് മുമ്പ് അതിൻ്റെ ഇടയിൽ കൂടെ കിട്ടും. അതിന് നഷ്ടമില്ലൊന്നുമില്ല. നമുക്ക് അത്യാവശ്യം വേറെ കിട്ടും. ബാക്കിയുള്ള ചിലവിനൊക്കെ ആണെങ്കിലും അത്യാവശ്യം കിട്ടും. ഈ ഏത്തവാഴയ്ക്ക പാകമായി വിളവെടുത്താൽ അത് വിറ്റഴിക്കാൻ വിപണി ഒരു പ്രശ്നമാണോ? ഈ ഉടുമ്പന്നൂരിനെ സംബന്ധിച്ച് വിപണി ഒരു പ്രശ്നമാണോ? ഇല്ല, വിപണി പ്രശ്നമൊന്നുമില്ല. വിപണിയുണ്ട്, കർഷക മാർക്കറ്റുണ്ട്. അവിടെ കൊണ്ടുവച്ചാൽ അവരത് വിറ്റഴിച്ച് തരും. എല്ലാം ചെയ്യുന്നത് വിപണിയായിട്ടുണ്ട് അവിടെ. അതുകൊണ്ട് വിറ്റഴിക്കാനൊന്നും നമുക്ക് ബുദ്ധിമുട്ടില്ല. എന്ത് തരം വളപ്രയോഗമാണ് ഈ ഏത്തവാഴ കൃഷിക്ക് ഉപയോഗിക്കുന്നത്, നടത്തുന്നത്? രാസവളമുണ്ട്, പിന്നെ ചാണാനുണ്ട്. ചാണാനും ഇട്ട് ഫസ്റ്റ് നടുമ്പോൾ തന്നെ ചാണാനൊക്കെ ഇട്ട് കുഴിയിൽ ചാണാനിട്ട് മൂടിയാണ് പിന്നെ ഇട്ടണം. പിന്നെ നമ്മൾ രാസവളം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇടയ്ക്കിങ്ങനെ വെള്ളം നനച്ചും രാസവളം ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ചാണാൻ വ്യാപകമായിട്ട് ഈ ഏത്തവാഴ കൃഷിക്ക് ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ജൈവവളമാണല്ലോ. അതിന് വേണ്ടിയിട്ട് പശു വളർത്തലുണ്ടോ അതോ ചാണാൻ പുറത്തുനിന്ന് വാങ്ങുന്നതാണോ പതിവ്? ചാണം മേടിക്കുക. നമുക്ക് പശു വളർത്തണമൊന്നുമില്ല അതിനായിട്ടുള്ള. ചാണം പുറത്തുനിന്ന് മേടിക്കുന്ന ഇതേ ഉള്ളൂ.
മേടിച്ച് കൊണ്ടുവന്ന് ഇടുന്നേ ഉള്ളൂ. ഈ ചാണകം എത്ര രൂപയ്ക്കാണ് വാങ്ങുന്നത്? അത് ഇവിടെ സുലഭമായിട്ട് കിട്ടുന്നതെന്നാണോ? ഇവിടെ സുലഭമായിട്ട് കിട്ടുന്നതാണ് അത്. കൊട്ടയ്ക്ക് 30 രൂപ 40 രൂപ അങ്ങനെ തോതിലാണ് കൊട്ട മേടിക്കുന്നത്. ചാണകം സുലഭമായിട്ട് ഇവിടെ ഉണ്ട്, കിട്ടാനുണ്ട്. ഈ മഴക്കാലത്ത് ഏത്തവാഴകൾ ഒടിഞ്ഞു പോകുന്നത് ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധിയാണല്ലോ കർഷകരെ സംബന്ധിച്ച്. അതിന് താങ്ങുകാലുകൾ കൊടുക്കുവാണോ? കെട്ടി നിർത്തുമെന്ന് ആദ്യം പറഞ്ഞു. അതോടൊപ്പം തന്നെ താങ്ങുകാലുകൾ കൊടുക്കാറുണ്ടോ? അത് ഏത് തരം താങ്ങുകാലാണ് അതിന് ഉപയോഗിക്കുന്നത്? ഏറ്റവും ഉചിതമായത് ഏതാണ്? താങ്ങാല് കൂടുതലും നമ്മൾ കേരവള്ളി ഉപയോഗിച്ച് കെട്ടിവെക്കാറാണ് ഇപ്പോൾ ഉള്ളത്. കാരണം താങ്ങാലിനുള്ള കാലില്ല. നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ പന പൊട്ടിച്ച് വാരിയാക്കി അത് കുത്തി കെട്ടുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയുള്ള സംഭവം കിട്ടാനില്ലാത്തതുകൊണ്ട് നമ്മൾ കൂടുതലും കേരവള്ളി ഉപയോഗിച്ചാണ് കെട്ടി വയ്ക്കുവാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് കെട്ടി നിർത്തുവാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഏത്തവാഴയ്ക്ക് ഇടവിളയായിട്ട് പയർ കൃഷി ചെയ്യുന്നുണ്ടെന്നോ? അത് ഏതിനും പയറാണ്? അതിൻ്റെ നിലവിലെ ഒരു വിപണി സാധ്യത എത്രത്തോളം ഉണ്ട്? തടപ്പയർ എന്ന് പറഞ്ഞാൽ നീളം കുറഞ്ഞ നമ്മൾ പൊളിച്ചെടുക്കുന്ന പയറാണ് കൂടുതലും ഇത് തന്നെ തടപ്പയർ. പിന്നെ വള്ളിപ്പയർ അതിപ്പോൾ നമ്മൾ ഈ പച്ചക്കറി കടകൾ കൊടുക്കും. ടൗണിൽ തന്നെ കടകളിൽ കൂടെ 5 കിലോയും 10 കിലോയും അങ്ങനെയുള്ള കടക്കാർക്ക് കൊണ്ട് കൊടുക്കുക, അവരെടുത്തോളൂ. അങ്ങനെയാണ് നിങ്ങൾ കൊണ്ട് വിറ്റ് ഒഴിക്കുന്നത്. ഈ പയർ നട്ടാൽ എത്ര ദിവസം കൊണ്ടാണ് വിളവെടുക്കാൻ കഴിയുന്നത്? അതോടൊപ്പം തന്നെ എത്ര ദിവസം കഴിഞ്ഞ് ഇത് വീണ്ടും അടുത്ത വിളവെടുപ്പ് നടത്താൻ കഴിയും? ഇത് ഒരു 3 മാസം കഴിയുമ്പോഴത്തേക്കും പയ്യെ ഇത് പൂവിട്ട് ആറാവും. അന്നേരം നമ്മൾ അതെടുക്കും. ഒരു മാസത്തേക്ക് നമുക്ക് കിട്ടും. അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ തണ്ട് മാഞ്ഞ് കഴിഞ്ഞാൽ അവിടെ തന്നെ പിന്നെ വെള്ളം മാറ്റി വേറെ ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. ഇങ്ങനെ തന്നെ ചെയ്യുക, വേറെ പയറിടുക. എത്ര കിലോ വരെ പയർ ഇങ്ങനെ ഒരു ദിവസം വിളവെടുക്കാൻ കഴിയുന്നുണ്ട്? ഒരു 10 കിലോ പയർ 10 കിലോ 12 കിലോ അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് കൃഷിയായിട്ട് തന്നെ ചെയ്യാറുള്ളത് കിട്ടിയിട്ടുണ്ട്. 1 കിലോ പയറിന് എന്താണ് നമുക്ക് കർഷകർക്ക് ലഭിക്കുന്ന വില? വിപണിയിൽ നിന്ന് ലഭിക്കുന്ന വില എത്രയാണ്? അതൊരു 40 രൂപ 45. ചില നല്ല സീസണിൽ ചിലപ്പോൾ ഒരു 50 രൂപ ഒക്കെ നല്ല സീസണിൽ. അതൊക്കെ അപൂർവമേ ഉള്ളൂ. ഇല്ലെങ്കിൽ 30 രൂപ 35 രൂപ ഒക്കെ നമുക്ക് കിട്ടാറുള്ളൂ പയറിന്. പയറും വാഴയും അല്ലാതെ മറ്റെന്തൊക്കെ കൃഷികളാണ് ഉള്ളത്? അതിനെക്കുറിച്ചൊന്ന് വിശദമാക്കാമോ? വേറെ കപ്പയുണ്ട്. അതാണ് കൂടുതലും കൃഷിയായിട്ട് ഞങ്ങൾ 3 ഇത് കൂട്ടമാണ് കൂടുതലും ഇതായിട്ട് ചെയ്യുന്നത്. കപ്പയും വാഴയും പയറുമായിട്ടാണ് ചെയ്യുന്നത്. ഈ കപ്പ ഏതിനും കപ്പയാണ്? അത് എത്ര മാസം കൊണ്ടാണ് വിളവെടുക്കാൻ കഴിയുന്നത്? ആമ്പക്കാടൻ കപ്പയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അത് 7 മാസം 8 മാസമൊക്കെ ആകും ചിലപ്പോൾ. ആമ്പക്കാടനാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. കപ്പ കൃഷി ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ? വളപ്രയോഗത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ശ്രദ്ധിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ മാടുന്നതിന് മുമ്പ് നമ്മൾ കുമ്മായം ആദ്യം തൂളി അതിൻ്റെ കൂടുതൽ തന്നെ നമ്മൾ ഈ ചാണാനോ അല്ലെങ്കിൽ കോഴികളോ എന്തെങ്കിലും ഇട്ടിട്ട് അതിന് മുകളിലാണ് നമ്മൾ ഊന കൂട്ടിയാണ് കപ്പ തണ്ട് നടേണ്ടത്. എന്നിട്ട് വേനലാകുമ്പോൾ അത് മുളയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നനച്ച് കൊടുക്കുകയാണ്. കപ്പ മുള വന്നോടം വരെ നമ്മൾ നനച്ച് കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കപ്പയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ജൈവവളം പ്രയോഗിക്കാറുണ്ടോ? ഈ നടുമ്പോൾ ഉപയോഗിക്കുന്നതല്ലാതെ വീണ്ടും പിന്നീട് എപ്പോഴെങ്കിലും ഇതിനകത്ത് വളം ചേർക്കാറുണ്ടോ? രാസവളം ഉപയോഗിക്കാറുണ്ടോ? ഉണ്ട്, രാസവളം ഉപയോഗിക്കാറുണ്ട്. കാരണം ഒരു 2-3 ട്രിപ്പെങ്കിലും വളം ഇടണം. നമ്മളത് കപ്പ പറിക്കുന്നതിന് മുമ്പ് തന്നെയാണ് 2-3 ട്രിപ്പ് വളം ഇട്ട് കൊടുക്കേണ്ടത്. കപ്പയ്ക്ക് രാസവളം തൂളി കൊടുക്കണം. എന്നാലേ കപ്പ മെച്ചമായിട്ട് കയറി വരുള്ളൂ. പിന്നെ പറിക്കാറാണേന് കുറവ് ദിവസം കഴിയുമ്പോൾ പിന്നെ ഒരു ഒറ്റ വളമേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പറിക്കാം. എത്ര സെൻറ്റ് സ്ഥലത്താണ് ഈ ആമ്പക്കാടൻ കപ്പ നട്ടിരിക്കുന്നത്? ആമ്പക്കാടത്തിൽ നടക്കുന്ന ഒരു 3 ഏക്കർ സ്ഥലമാണ് പാട്ടത്തിന് എടുത്തേക്കണത്. അതിനകത്താണ് ഈ വാഴയും ഈ കപ്പയും അങ്ങനെ പതിയായിട്ട് നട്ടുകൊണ്ടിരിക്കണേ, പയറുമായിട്ട്. ഈ വാഴയ്ക്ക് ഇടവിളയായിട്ട് കപ്പ നടാറുണ്ടോ? ഇല്ല, വാഴ ഇടയ്ക്ക് കപ്പ അങ്ങനെ ഒന്നും നടാറില്ല. ഈ കപ്പയ്ക്ക് ഇടവിളയായിട്ട് മറ്റ് കൃഷികൾ എന്തെങ്കിലും ഉണ്ടോ? അതായത് പയറോ തോമര പരിപ്പ് ഇല്ല അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയൊന്നുമില്ല. പിന്നെ സൈഡ് വഴി മാത്രം ചിലപ്പോൾ ഒരു നേരം പയറൊക്കെ ഇങ്ങോട്ട് ഇടുമെന്ന് മാത്രമേ ഉള്ളൂ. അവസാനം വേസ്റ്റ് എടുത്ത് വെക്കുന്ന സ്ഥലത്ത് അങ്ങനെ പയറൊക്കെ ഇട്ട് പോകാറേ ഉള്ളൂ. അങ്ങനെ ചെയ്യാറുള്ളൂ. ചേട്ടൻ 3 ഏക്കറോളം സ്ഥലം പാട്ടത്തിനെടുത്താണ് കൃഷി ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഈ പാട്ടത്തിനെടുത്ത് ഈ കപ്പയും വാഴയും നടുന്നത് എത്രത്തോളം ലാഭകരമാണ്? അതായത് നമ്മുടെ വരുമാനത്തിൽ വീണ്ടും ലാഭത്തിൽ കുറവ് വരുമല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എങ്ങനെയാണത്? ഇപ്പോഴത്തെ നമുക്കത് കശി കിട്ടും. പിന്നെ നമുക്ക് പണിക്കൂലി തന്നെ കശി ഒക്കുള്ളൂ. പിന്നെ സ്വന്തം പണിയൊക്കെ ആകുമ്പോൾ നമുക്ക് അത്രയും നഷ്ടം തോന്നിക്കില്ല. പിന്നെ പണിക്കൂലിയൊക്കെ കൊടുത്ത് പണിയിക്കുക എന്ന് പറഞ്ഞാൽ അത് നഷ്ടമാണ് നമുക്ക്. ഈ പാട്ടം കൊടുത്തിട്ട് പിന്നെ പണിക്കൂലിയും കൊടുത്തു കഴിയുമ്പോൾ നമുക്കൊന്നും കിട്ടാനില്ല. പിന്നെ സ്വന്തം പണിയൊക്കെ ആകുമ്പോൾ കുറേ ഒക്കെ നമ്മൾ പണിക്കൂലി കശി അങ്ങ് ഒത്തുപോകുന്നു മാത്രമേ ഉള്ളൂ. റബ്ബർ കൃഷി ഉടുമ്പന്നൂരിൻ്റെ ഒരു പ്രത്യേകതയാണല്ലോ. എന്തുകൊണ്ടാണ് ഈ റബ്ബർ കൃഷിയിലേക്ക് താങ്കൾ തിരിയാത്തത്? അതിനൊരു കാരണമുണ്ടോ? മുൻപ് മുതലേ ഈ പച്ചക്കറിയും അതുപോലെ തന്നെ കപ്പയും വാഴയുമാണല്ലോ കൃഷി ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് റബ്ബർ കൃഷി ഇതുവരെ തിരഞ്ഞെടുക്കാത്തത്? റബ്ബർ കൃഷി ചെയ്യുന്നത് നമ്മൾ കൂടുതൽ പച്ചക്കറി കൃഷികളാണ് താല്പര്യം കൂടുതലും പെട്ടതാണ്. അതുകൊണ്ട് അതുമായിട്ട് അങ്ങോട്ട് പോകും. കാരണം റബ്ബർ കൃഷിയിൽ അതും ഇതും എല്ലാം കൂടെ നമ്മളെ കൊണ്ട് ഓടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പച്ചക്കറി കൃഷിയിൽ തന്നെ അങ്ങോട്ട് നീങ്ങും ചെയ്ത്. ഇതുകൂടാതെ ഇവിടെ പൈനാപ്പിൾ വ്യാപകമായിട്ട് കൃഷി ചെയ്തിട്ടുണ്ട് ഈ ഉടുമ്പന്നൂർ മേഖലയിൽ. ഈ പൈനാപ്പിൾ കൃഷി ഇപ്പോൾ ലാഭകരമാണോ? എന്താണ് അതിൻ്റെ ഒരു വിലയും അവസ്ഥയും? പൈനാപ്പിൾ കൃഷി എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ഒരു സീസണിലാണ് അതിൻ്റെ വില. അത് ഈ പറഞ്ഞ പോലെ ഒരു നമ്മൾ ഭാഗ്യം എന്ന് പോലെയാണ്. ചിലപ്പോൾ അത് ഭയങ്കരമായിട്ട് നഷ്ടം വരും, ചിലപ്പോൾ അത് ഒരു ലാഭത്തിൽ അങ്ങ് കിട്ടുമെന്ന് മാത്രം, അങ്ങനെ ഒരു പ്രതീക്ഷയേ ഉള്ളൂ. നമുക്ക് അതിനെപ്പറ്റി നമുക്ക് ലാഭം കിട്ടുമെന്നൊരു പ്രതീക്ഷയില്ല. കിട്ടുമ്പോൾ കിട്ടും എന്നുള്ള രീതിയേ ഉള്ളൂ പൈനാപ്പിളിനെ സംബന്ധിച്ച്. ഈ തന്നാണ്ട് വിളകളാണോ അതോടൊപ്പം തന്നെ ഈ നാണ്യവിളകൾ ദീർഘകാലത്തേക്ക് കൃഷി ചെയ്യുന്ന നാണ്യവിളകളാണോ ചേട്ടൻ്റെ അനുഭവത്തിൽ ലാഭകരമായിട്ട് തോന്നിയിട്ടുള്ളത്? ലാഭം നമ്മൾ തന്നാണ്ട് കൃഷി ചെയ്യുന്നതാണ് നമുക്ക് ലാഭം. കാരണം അന്നേരത്തെ ഉള്ള രീതിയിൽ അങ്ങോട്ട് ഇതായി പോവുകയും ചെയ്യും, കിട്ടുകയും ചെയ്യും.
അതാണ് ലാഭം, ഇച്ചിരി മെച്ചമുള്ളൂ നമുക്ക്. മുൻപ് വേറെ ഏതെങ്കിലും മേഖലയിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ? ഈ കാർഷിക മേഖല അല്ലാതെ വേറെ ഏതെങ്കിലും മേഖലയിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ? അതിൻ്റെ അനുഭവങ്ങളെക്കുറിച്ചൊന്ന് പറയാമോ? ഇല്ല, വേറെ ഇതിലൊന്നും നമ്മൾ പോയിട്ടില്ല. കൂടുതൽ ഇതിനാണ് നമ്മൾ ഇറങ്ങി തിരിച്ചിട്ടുള്ളൂ. വേറെ ഇതിലൊന്നും പോയിട്ടില്ല. 3 ഏക്കർ പാട്ടത്തിന് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതായത് സ്വന്തമായിട്ട് എത്ര ഏക്കർ ഭൂമിയുണ്ട്, എത്ര സെൻറ്റ് ഭൂമിയുണ്ട്, അതിനെക്കുറിച്ചൊന്ന്? ഇല്ല, സ്വന്തമായിട്ടല്ല. നമ്മളിപ്പോൾ സ്വന്തമായിട്ട് ഒത്തിരി സ്ഥലമില്ല നമുക്ക്. നമ്മൾ കൂടുതലും പാട്ടത്തിനെടുത്താണ് ഈ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീട്ടിൽ ആരൊക്കെയുണ്ട്? അവർ ഈ താങ്കളുടെ കാർഷിക പ്രവർത്തനങ്ങളിൽ സഹായകരമായിട്ട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടോ? മക്കളും ഞാനും കുടുംബമുള്ളൂ. ഞങ്ങൾ 3 പേരാണ് വീട്ടിലുള്ളത്. അവരും സഹകരിക്കും. എല്ലാം കൂടെ ഒന്നിച്ചാണ് പോകുന്നത്, സഹകരിച്ചാണ് പോകുന്നത്. ഇപ്പോൾ ഈ കൃഷിപ്പണികൾക്ക് പുറത്തുനിന്ന് ആളെ കൂലിക്ക് വിളിക്കാറുണ്ടോ? അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ ഇതുവരെ? ഉണ്ട്. തിരക്ക് പണിയൊക്കെ വരുമ്പോൾ നമ്മളെ കൊണ്ട് തന്നെ എത്താതെ വരുമ്പോൾ നമ്മൾ പണിക്ക് ഒരു ആളെ വിളിച്ച് എടുത്തും. കാരണം സമയത്ത് ഇത് ചെയ്ത് കൊടുക്കണമല്ലോ. എല്ലാം കൃത്യമായിട്ട് ചെയ്ത് കൊടുത്തെങ്കിൽ നമുക്ക് ആ സമയത്ത് എത്താതെ വരുവാണെങ്കിൽ പണിക്ക് ആരെങ്കിലും പുറത്തുനിന്ന് ആളെ വിളിക്കും, കൂട്ടും. അങ്ങനെ ചെയ്യിക്കാറുള്ളൂ. ഈ വാഴ, കപ്പ, പച്ചക്കറികൾ, അതിനകത്ത് ഈ ഏറ്റവും കൂടുതൽ രോഗബാധ കണ്ടിരിക്കുന്ന ഒരു വിള ഏതാണ്? രോഗബാധ എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ പയറിനാണ്. പയർ ഈ ചാഴി കയറി കൂടുതലും അങ്ങനെ ഇതാ പോകണം. പിന്നെ ഇപ്പോഴത്തെ ഒരു സീസണിൽ നിന്ന് കപ്പയ്ക്കും ചെറിയൊരു അസുഖങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് കേടായി പോവുക, ചീഞ്ഞു പോകണം, അങ്ങനെ ഒരു അസുഖം വന്ന് കൂടിയിട്ടുണ്ട് കൂടുതലും. പിന്നെ വാഴ എന്ന് പറഞ്ഞാൽ കൂടുതലും ചെള്ളാണ്. അതിന് നമ്മൾ മരുന്ന് അടിച്ച് ആണ് നിർത്തിക്കൊണ്ടിരിക്കണേ. ഈ വാഴയുടെ തണ്ട് തുളയ്ക്കുന്ന ഒരു തരം വണ്ടുകൾ പല സ്ഥലത്തും ശല്യമാണെന്ന് കർഷകർ പറയുന്നു. അങ്ങനൊരു പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. അതാണ് ഈ ചെള്ളെന്ന് പറയുന്ന സാധനം. ഈ വാഴ അത് തുളച്ച് അതിനകത്ത് കയറിയിട്ട് അതിൻ്റെ പിണ്ടി നിന്നിട്ട് അത് പഴുത്ത് പോവുകയാണ്, ഒടിഞ്ഞു പോവുകയാണ്. അങ്ങനെയാണ് കൂടുതൽ. ഇവിടെ ഒത്തിരി ഉണ്ട് അങ്ങനെ ചെള്ളെന്ന് പറഞ്ഞാൽ. അതിന് പിന്നെ ഈ വാഴയെല്ലാം ഒരുക്കി കൊടുത്ത് പോളയെല്ലാം അരിഞ്ഞ് കൊടുത്ത് അതിന് മരുന്നടിച്ച് ഒക്കെയാണ് അത് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത്. എന്ത് തരം മരുന്നാണ് ഈ ചെള്ളി രോഗത്തെ പ്രതിരോധിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്? കൂടുതലും കീടനാശിനിയാണ്. നമ്മൾ ചെള്ളിൻ്റെ കീടനാശിനി ഉണ്ട്. അത് നമ്മൾ അവിടെ ചെന്ന് മരുന്ന് ചെല്ലുമ്പോൾ പറയുന്നതാണ് അവർ ഓരോന്ന് മാറ്റിത്തരും. ഇതാന്ന് പറയുമ്പോൾ അവർ ഇന്ന മരുന്ന് എന്നും പറഞ്ഞ് ഒരു മരുന്ന് മാറ്റി തരുവാണ് ചെയ്യുന്നത്. ഈ പയറ് വർഗ്ഗത്തെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട അസുഖങ്ങൾ പറഞ്ഞു, ചാഴി പോലുള്ള, അതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത്? ഏത് തരം മരുന്നാണ് ഉപയോഗിക്കുന്നത്? അവനും ഇത് തന്നെ കീടനാശിനിയാണ്. ചാഴിക്കും പ്രത്യേക മരുന്നാണ് കീടനാശിനി എന്ന് പറഞ്ഞത്. അത് തന്നെയാണ് അതിനും. അത് അടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. അതടിച്ചാലേ അതിന് നമുക്ക് പയർ രക്ഷപ്പെടുത്തി പോരുള്ളൂ. ഈ വാഴയ്ക്ക് എത്ര സമയം കൂടിയിട്ട് ഇത്തരത്തിലുള്ള മരുന്ന് പ്രയോഗിക്കണം? വാഴയ്ക്കൊരു ഒരാൾ പൊക്കമായി കഴിയുമ്പോഴത്തേനും പയ്യെ ഇത് തുടങ്ങും. അന്നേരം മുതൽ നമ്മൾ നോക്കണം. ചെള്ളിൻ്റെ കേസ് ഇതെല്ലാം നോക്കി വേണം നോക്കാൻ. കൂടുതലും ഇത് കൊലയ്ക്കാറാകുമ്പോഴാണ് മൊത്തം ചെള്ള് തിന്നണേ. കൊല വരാറാകുമ്പോഴത്തേക്കും ഇത് ചെള്ള് കയറിയിട്ട് തുളച്ചിട്ട് മൊത്തം ഈ കൊലക്കൂമ്പ് കളയുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് മൊത്തം പോകുന്നത് കൂടുതലും. ഈ വാഴയുടെ വേര് ചീയൽ പോലുള്ള എന്തെങ്കിലും രോഗങ്ങൾ വാഴയെ ബാധിക്കാറുണ്ടോ? ഉണ്ട്. വേര് ചീയലുണ്ട്. ഇപ്പം വാഴയ്ക്ക് ഇടയ്ക്ക് ചില വാഴയെല്ലാം വേര് ചീഞ്ഞിട്ട് അത് ചൂടങ്ങ് മറിഞ്ഞു പോവുകയാണ്. അങ്ങനെ ഒത്തിരി ഇത് സംഭവിക്കുന്നുണ്ട്. അതിനും ഈ മരുന്ന് അടിച്ചു കൊടുത്താണ് ഇപ്പോഴും പിന്നെയും പിടിച്ച് നിർത്തി കൊടുക്കുന്നത്. ഈ കപ്പയെ ഇപ്പോൾ പുതിയതായിട്ട് പലവിധ രോഗങ്ങൾ ബാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതെന്തൊക്കെയാണ്? അതിൻ്റെ പ്രതിവിധികൾ എന്തൊക്കെയാണ്? അതെന്ന് പറഞ്ഞാൽ അത് കപ്പയുടെ വേര് വന്നിട്ട് അതങ്ങോട്ട് കപ്പ ചീഞ്ഞു പോകുന്നു. നമ്മൾ പറിച്ച് കഴിയുമ്പോൾ തണ്ടായിട്ട് മാത്രമേ പൊങ്ങി, വേറായിട്ട് മാത്രമേ പൊങ്ങിപ്പോകുന്നു. ചീഞ്ഞു പോയാൽ തണ്ട് ഇതായിട്ട് പോവുക. അതിനിപ്പോൾ മരുന്ന് അടിച്ചൊക്കെയാണ് പിടിച്ച് പയ്യെ നിർത്തിക്കൊണ്ട് നിൽക്കണം. ഈ കീടനാശിനി മരുന്ന് കൊടുത്ത് ഒക്കെ അടിച്ചുകൊണ്ടിരിക്കുക. അത് ഈയിടെ വന്ന് കൂടിയ ഒരു അസുഖമാണ് കപ്പയ്ക്ക് വന്ന് കൂടിയേക്കണം. കപ്പയ്ക്ക് മൊസൈക്ക് രോഗം എന്ന് പ്രാദേശികമായി അറിയപ്പെടുന്ന ഒരു രോഗം ഉണ്ടെന്ന് കർഷകർ പറയുന്നു. അത് ഇവിടെ വന്നിട്ടുണ്ടോ? അതിൻ്റെ പ്രതിരോധം ഇവിടെ അങ്ങനെ അതിപ്പോൾ വന്ന് കണ്ടില്ല. ഞാൻ ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല അത് അതിനെപ്പറ്റി. ഈ കൃഷി അല്ലാതെ മറ്റെന്തെങ്കിലും വരുമാന സ്രോതസ് ചേട്ടനുണ്ടോ? ഇല്ല, വേറെ സ്രോതസ്സൊന്നുമില്ല. പക്ഷേ ഇതുവരെ വരുമാനം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടുള്ള ജീവിതമുള്ളൂ നമ്മൾ. ഇപ്പോൾ വാഴ, കപ്പ, അതുപോലെ പച്ചക്കറി കൃഷി ചെയ്യുന്നു. ഇതിനകത്ത് ഈ കൃഷി വകുപ്പിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതിനെക്കുറിച്ച് ചേട്ടൻ എന്താണ് പറയാനുള്ളത്? കൃഷി വകുപ്പിൽ ഇതുവരെ നമുക്കൊന്നും അതിനെപ്പറ്റിയൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. അങ്ങനെ കൊടുത്തിട്ടും ഇല്ല, കിട്ടിയിട്ടുമില്ല നമുക്ക് ഇതുവരെ അങ്ങനെയൊന്നും. ഇപ്പോൾ കാർഷിക മേഖല മുമ്പെങ്ങുമില്ലാത്ത രീതിയിൽ ഒരു പ്രതിസന്ധി നേരിടുന്ന ഒരു സന്ദർഭമാണല്ലോ. അപ്പോൾ എന്താണ് ചേട്ടൻ്റെ അഭിപ്രായത്തിൽ സർക്കാർ കർഷകർക്ക് വേണ്ടി സ്വീകരിക്കേണ്ട പ്രധാനപ്പെട്ട മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്? സർക്കാർ കാർഷിക മേഖലയിൽ ഉള്ള കൃഷികൾ അവർ ഉണ്ടാക്കുന്ന ആദായത്തിന് അവർ ന്യായമായ ഒരു വില കർഷകന് കിട്ടാൻ പാകത്തിന് ഉള്ള രീതിയിലാക്കുക. അതാണ് കർഷകൻ ഇതുള്ളൂ. കാരണം കർഷകന് നമ്മൾ ഉണ്ടാക്കുന്ന ഇതിന് അവർക്ക് ഉചിതമായ ഒരു വില കിട്ടണം, അതേ ഉള്ളൂ. ഇപ്പോൾ വിലസ്ഥിരത എന്നൊരു ആവശ്യമാണ് ചേട്ടൻ പറയുന്നത്. അപ്പോൾ ഈ വാഴ അതുപോലെ തന്നെ കപ്പയ്ക്കും ചേട്ടന് എത്ര രൂപയൊക്കെയാണ് ഒരു വിലസ്ഥിരത ചേട്ടൻ ആഗ്രഹിക്കുന്നത്? അല്ലെങ്കിൽ കർഷകന് ലാഭകരമായ ഒരു വില ഏതാണ്? വാഴയ്ക്ക് ഒരു 50 രൂപയൊക്കെ വന്നാൽ എന്തായാലും ഇതൊക്കെ ഉണ്ട്. കപ്പയ്ക്കാണെങ്കിൽ ഒരു 10-40 രൂപ കർഷകന് കിട്ടാൻ പാകത്തിനൊക്കെ വന്നാൽ നമുക്കൊരു പിടിച്ചു വെപ്പുള്ളൂ. കർഷകനൊക്കെ ആണെങ്കിലും എന്തോരം ഒത്തിരി പൈസ മുടക്കി വളങ്ങളാലും ചെയ്ത് ഫലമായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന് നമുക്ക് വിലയില്ലാതെ വരുവാണ്. അതാണ് കൂടുതൽ. കാരണം ഈ കാരണം നിർത്തിക്കൊണ്ട് നിൽക്കാൻ പറ്റുന്ന സാധനമല്ല, വിറ്റൊഴിവായി പറ്റുള്ളൂ കർഷകനെ സംബന്ധിച്ച്. അപ്പോൾ കർഷകന് ഉചിതമായ ഒരു വില, ഈ പറഞ്ഞ പോലെ ഒരു താങ്ങുവിലയായിട്ട് നിർത്തി കൊള്ളണം എന്നാണ് പറയാനുള്ളത്. ഈ ഓണക്കാലത്ത് ഏത്തവാഴ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അതുപോലെ തന്നെ പച്ചക്കറികൾക്കും വിപണിയിൽ വില വർദ്ധിക്കുന്നത് സാധാരണമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ വിശേഷ അവസരങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് കൃഷി ചെയ്യാറുണ്ടോ? അങ്ങനെയൊന്നുമില്ല. നമ്മൾ കൃഷി അങ്ങനെ മുൻകൂട്ടി കണ്ട് ചെയ്യാറില്ല. എന്നാലും ഓണത്തിന് കൊലയ്ക്കാറാത്ത രീതിയിലുള്ള വാഴ ഒക്കെ വയ്ക്കാറുണ്ട്. എന്നിട്ട് ഓണ സീസണിലാകുമ്പോഴത്തേക്കും നമുക്ക് കൊല വെട്ടാൻ പാകത്തിനുള്ള അങ്ങനെ കൃഷി ചെയ്തിട്ടുണ്ട്.
ആ ഒരു സീസണിൽ ചിലപ്പം വില കിട്ടുകയും ചെയ്യും. പക്ഷേ എന്ന് പറഞ്ഞാൽ എല്ലാം കൊലച്ച് നമുക്ക് കിട്ടാനുമില്ല. അതിന് 10-500 അല്ല 10,000 വാഴ ഉണ്ടെങ്കിലും ചിലപ്പം 10-300 കൊലയായിരിക്കും ചിലപ്പോൾ ആ സീസണിൽ നമുക്ക് കിട്ടുകയുള്ളൂ. ബാക്കിയെല്ലാം കൊലച്ച് വരുമ്പോഴത്തേക്കും പിന്നെയും വില താഴോട്ട് പോരുകയുള്ളൂ. ഈ ഉടുമ്പന്നൂർ ഉൾപ്പെടുന്ന ഇടുക്കി ജില്ലയുടെ പല മേഖലകളിലും കാലാവസ്ഥാ വ്യതിയാനം കാർഷിക രീതികളെ സാരമായിട്ട് ബാധിച്ചിട്ടുണ്ടെന്നാണ് കർഷകർ പറയുന്നത്. ഇപ്പോഴത്തെ കാലാവസ്ഥ ഏതെങ്കിലും തരത്തിൽ ഇവിടെ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ടോ? അത് കൃഷിയെ ഏതെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഒത്തിരി ബാധിച്ചിട്ടുണ്ട്. കാരണം ഉണക്ക് ഒത്തിരി ബാധിച്ചു പോയി. ഇപ്പോൾ കാരണം ഒത്തിരി വെള്ളം ഇല്ലാതെ ഉണ്ട് കൃഷി ചെയ്യാൻ പറ്റാതെ എല്ലാം ഉണങ്ങി തുടങ്ങി. അതുകൊണ്ട് വെള്ളം ഇല്ലാതെ തന്നെ ഒത്തിരി പേർക്ക് ഈ വേനൽ ഒത്തിരി കൃഷിയെ ബാധിച്ചിട്ടുണ്ട്. വേനലിനെ പ്രതിരോധിക്കാനായിട്ട്, അതായത് നനച്ചു കൊടുക്കാനായിട്ട് ചേട്ടൻ ഏത് തരത്തിലുള്ള ജലസ്രോതസ്സാണ് ഉപയോഗിക്കുന്നത്? ബോർവെല്ലിലെ വെള്ളമാണോ അതോ കുളത്തിലെ വെള്ളമാണോ? അതിനെക്കുറിച്ചൊന്ന് വിശദമാക്കാം. ഇപ്പോൾ നമ്മൾ പാട്ടത്തിന് എടുത്ത സ്ഥലത്ത് തന്നെ കുളം കുത്തിയിട്ട് ആ കുളത്തിലെ വെള്ളം തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വാഴയ്ക്കും ഈ പയറിനൊക്കെ നനയ്ക്കാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഉടുമ്പന്നൂരിലെ മാതൃകാ കർഷകനായ തങ്കച്ചൻ ജോസഫാണ് കിസാൻ വാണിയുമായി തൻ്റെ കാർഷിക അനുഭവങ്ങൾ പങ്കുവച്ചത്. ചേട്ടാ, ഇത്രയും നേരം കിസാൻ വാണിയോട് താങ്കളുടെ കാർഷിക അനുഭവങ്ങൾ പങ്കുവച്ചതിന് നന്ദി. കപ്പകൃഷിയിലും വാഴകൃഷിയിലും സജീവമായി ശ്രദ്ധിക്കുന്ന ഉടുമ്പന്നൂർ ചീനിക്കുഴിയിലെ കർഷകനായ ശ്രീ തങ്കച്ചൻ ജോസഫ് അദ്ദേഹത്തിന്റെ കാർഷിക അനുഭവങ്ങൾ വിവരിക്കുകയായിരുന്നു ഇതുവരെ. അദ്ദേഹവുമായി സംസാരിച്ചത് ശ്രീ അനുരാജ്. കിസാൻ വാണിയിൽ ഇനി കാർഷിക അറിവുകൾ. സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് വേനൽക്കാല പരിചരണം. സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് വേനൽക്കാലത്ത് പ്രത്യേക പരിചരണം ആവശ്യമാണ്. വിളകളുടെ ശരിയായ വളർച്ചയ്ക്കും കടുത്ത ചൂടിൽ നിന്നുള്ള സംരക്ഷണത്തിനും സഹായകമാകും. പുതയിടൽ, ജലസേചനം, മറച്ചുകെട്ടൽ എന്നിവയാണ് സംരക്ഷണ മാർഗങ്ങൾ. വളർന്നു വരുന്ന തൈകളെ കടുത്ത ചൂടിൽ നിന്ന് സംരക്ഷിക്കുവാൻ മറച്ചുകെട്ടലാണ് ഉത്തമം. കൂടാതെ ജലസേചനവും പുതയിടലും നടത്തണം. ജാതി, ഗ്രാമ്പു, സർവ്വസുഗന്ധി, കുരുമുളക് തുടങ്ങിയവയ്ക്ക് തൈകളുടെ പ്രായത്തിനനുസരിച്ചാവണം പരിചരണം. മുള വന്ന പ്രായം കുറഞ്ഞ തൈകൾക്ക് കൂടുതൽ ശ്രദ്ധയും പരിചരണവും നൽകിയില്ലെങ്കിൽ കടുത്ത ചൂടിൽ ഉണങ്ങിപ്പോകും. അതിനാൽ പുതയിടൽ നടത്തണം. വർഷകാലത്ത് മേൽമണ്ണ് ഒലിച്ചു പോകുന്നത് തടയുന്നതിനും ചൂടുകാലത്ത് മണ്ണിലെ ജലാംശം നഷ്ടപ്പെടാതിരിക്കുവാനും പുതയിടൽ ഉപകരിക്കും. കരിയിലകൾ, പച്ചിലകൾ, വാഴയില, മറ്റു വാഴ അവശിഷ്ടങ്ങൾ, വൈക്കോൽ, കാപ്പിത്തൊണ്ടുകൾ, അടക്കാത്തോടുകൾ, ചകിരിച്ചോർ, ചകിരി മുതലായ ജൈവവസ്തുക്കളെല്ലാം പുതയിടുവാൻ നല്ലതാണ്. ആവശ്യത്തിന് ശേഷം ജൈവവളമായി മാറുകയും ചെയ്യും. മണ്ണിലെ സൂക്ഷ്മജീവികളുടെ വളർച്ചയ്ക്കും സസ്യങ്ങളുടെ ശരിയായ വളർച്ചയ്ക്കും ജലസേചനം അത്യാവശ്യമാണ്. ദിവസത്തിൽ ഒരു നേരം നനയ്ക്കുന്നത് ഫലപ്രദമാണ്. എന്നാൽ ജലസേചനം അനുസരിച്ച് ഈ രീതിക്ക് മാറ്റം വരുത്താം. തുള്ളി നന നടപ്പിലാക്കുന്നത് ഉത്തമം. ജലം പാഴാകില്ല എന്ന മെച്ചവുമുണ്ട്. ഇലകളിൽ തളിച്ച് കൃഷിയുടെ മുഴുവൻ ആഴ്ചയിൽ ഒരു പ്രാവശ്യം നനയ്ക്കുന്ന രീതിയും പ്രയോജനകരമാണ്. ഹോസ് ഉപയോഗിച്ച് ചെടിയുടെ ചുവട്ടിലും മുകളിലും നനച്ചു കൊടുത്താലും മതി. വർഷങ്ങളായി ആദായം നൽകുന്ന ജാതി, ഗ്രാമ്പു എന്നീ വിളകൾക്ക് കണിക ജലസേചനമാണ് ഉത്തമം. ജലസേചനത്തോടൊപ്പം വിളകൾക്ക് പുതയിടലും നൽകിയാൽ മണ്ണിലെ ജലാംശം തീരെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാം. ഇപ്രകാരം ചെയ്താൽ വളരെ കൂടുതൽ വെള്ളം ആവശ്യമായി വരുന്നില്ല. വേനൽക്കാലങ്ങളിൽ വാനിലയ്ക്ക് ആഴ്ചയിൽ ചെടിയൊന്നിന് 3-4 ലിറ്റർ ജലം എന്നാണ് കണക്ക്. എന്നാൽ കടുത്ത വേനലിൽ വള്ളി ഒന്നിന് ഏകദേശം 100 ലിറ്റർ വെള്ളം എന്ന കണക്കിൽ ആഴ്ചയിൽ നനച്ചു കൊടുക്കണം. അതായത് ദിവസം 1.5 ലിറ്റർ വെള്ളം വീതം. മണ്ണിൽ ധാരാളം ജൈവാംശമുണ്ടെങ്കിൽ കൂടുതൽ ജലം തങ്ങി നിൽക്കും. ചകിരിത്തൊണ്ട് മണ്ണിൽ ജലാംശം പിടിച്ചു നിർത്തുവാൻ പഴയകാലം മുതലേ ഉപയോഗിച്ചു വരുന്നു. വേനൽക്കാലത്ത് വിളകളെ മറച്ചു കെട്ടുന്നത് കടുത്ത വെയിലിൽ നിന്നും സംരക്ഷിക്കുവാൻ സഹായിക്കും. തൈകളെ മുൻകരുതൽ എന്ന നിലയിൽ കടുത്ത വേനലിന് മുമ്പ് മറച്ചു കെട്ടണം. ഓലമെടഞ്ഞത് ചുറ്റും വെച്ച് മറച്ച് കടുത്ത ചൂടിൽ നിന്നും സംരക്ഷിക്കാം. പനയോല, തെങ്ങോല തുടങ്ങിയവ ഈ ആവശ്യത്തിനായി ഉപയോഗിക്കാം. ജാതി, ഗ്രാമ്പു തുടങ്ങിയവയുടെ തൈകൾക്ക് ഇവ ഏറ്റവും അനുയോജ്യം. കൊടിത്തണ്ടുകളെ സംരക്ഷിക്കലാണ് പ്രധാനം. കടുത്ത വേനലിൽ കൊടിയിൽ നിന്ന് സ്വേദനം വഴി വളരെയധികം ജലനഷ്ടം ഉണ്ടാകും. കൂടാതെ കൊടിയുടെ തണ്ടിന് ക്ഷതം സംഭവിക്കുകയും ചെയ്യും. പ്രധാന കൊടിത്തണ്ടിൽ വെയിൽ ഏൽക്കാതിരിക്കുന്നതിന് ചുവട് പൊതിഞ്ഞ് കെട്ടുന്നത് നന്ന്. പാള, ഓലമടൽ, വാഴയില എന്നിവ ഉപയോഗിക്കാം. കൊടിക്ക് മുഴുവനായി തണൽ ലഭിക്കുന്നതിന് മെടയാത്ത ഓലകളോ ഇലയുള്ള മരച്ചില്ലകളോ താങ്ങുമരത്തിൽ താങ്ങി നിർത്തുകയോ മുകളിൽ നിന്ന് കെട്ടിത്തൂക്കുകയോ ചെയ്യാം. തൈക്കൊടികൾ ആഴ്ചയിൽ ഒരു ദിവസം നിർബന്ധമായും നനയ്ക്കണം. നല്ലവണ്ണം വളരുവാനും കൂടുതൽ വിളവിനും മികച്ച ഫലത്തിനും വേനൽക്കാല പരിചരണം സഹായിക്കും. തോട്ടപ്പയറുള്ള പ്രദേശങ്ങളിലെ കർഷകർ ഇവ ചെത്തി വെയിലത്തുണക്കി ചെടികൾക്ക് ചുറ്റും വട്ടത്തിൽ വെച്ച് കൊടുക്കാറുണ്ട്. വാനിലയ്ക്ക് തണ്ടിൽ നിന്ന് അല്പം മാറിയും കൊടിക്കും തിപ്പലിക്കും ഏതാണ്ട് 1.5 മീറ്റർ ചുറ്റളവിലും തടം മുഴുവനും മൂടത്തക്ക വിധത്തിലുമാണ് പുതയിടൽ. പുതയിടൽ നടത്തുന്നതിന് മുൻപ് തടത്തിലെ കളകൾ നന്നായി നീക്കം ചെയ്ത് വൃത്തിയാക്കണം. കൊടി, വാനില, തിപ്പലി തുടങ്ങിയവയുടെ ചുവട്ടിലോ തടത്തിലോ ആഴത്തിൽ കിളയ്ക്കുന്നത് നല്ലതല്ല. വേരുപടലത്തിന് കേടുപാടുകൾ വരുത്തുവാൻ ഇത് ഇടയാക്കും. കൃഷിയിടത്തിലെ കളകളും പുതയിടാൻ ഉപയോഗിക്കാം. കളകൾ പറിച്ച് 2 ദിവസം നന്നായി വെയിൽ കൊള്ളിക്കണം. നന്നായി വാട്ടിയ ശേഷം പുതയിടാം. ജാതി, ഗ്രാമ്പു തുടങ്ങിയവയുടെ കായ്കൊഴിച്ചിൽ തടയുവാൻ ജലസേചനം, പുതയിടൽ എന്നീ രീതികളിലൂടെ ഒരു പരിധിവരെ സഹായിക്കാം. ഇക്കാലയളവിൽ പച്ചച്ചാണകം കലക്കി തടത്തിൽ ഒഴിച്ചു കൊടുക്കുന്നതും പ്രയോജനകരമാണ്. വാനില കൃഷിക്ക് ഇത് വളരെ അനുയോജ്യമാണ്.
വളത്തോടൊപ്പം തടത്തിൽ ജലാംശവും നിലനിർത്തുവാനും 2 വർഷത്തിൽ താഴെ പ്രായമുള്ള ചെറുചെടികൾക്ക് തണൽ നൽകുന്നതിനും മറ്റ് സംരക്ഷണ മാർഗങ്ങൾ ചെയ്യുന്നതിനും പുറമെ കൊടിയുടെ ഇലകളിൽ 5% വീര്യമുള്ള ചുണ്ണാമ്പ് ലായനി തളിച്ച് കൊടുക്കുന്നതും നല്ലതാണ്. ഇലകളിൽ കൂടിയുള്ള ജലനഷ്ടം ഒഴിവാക്കാൻ ഇത് സഹായിക്കും. അരുതായ്മകൾ. ചുറ്റും വളരുന്ന വലിയ വൃക്ഷങ്ങളിൽ നിന്നും ലഭിക്കുന്ന തണലാണ് മറ്റൊന്ന്. വേനലിന് മുൻപായി അവ അനുയോജ്യമായ വിധം വെട്ടി നിർത്തണം. വേനൽക്കാലങ്ങളിൽ ചുറ്റുപാടുമുള്ള വൃക്ഷങ്ങൾ വെട്ടുകയോ വൃക്ഷക്കൊമ്പുകൾ മുറിച്ചു മാറ്റുകയോ തീയിടുകയോ കൃഷിസ്ഥലത്ത് ചെയ്യരുത്. കഴിവതും വിളകൾക്ക് ചുറ്റും മണ്ണിളക്കിയുള്ള കൃഷിപ്പണികൾ ഇക്കാലയളവിൽ ഒഴിവാക്കണം. കൊടി, വാനില, തിപ്പലി തുടങ്ങിയ വിളകൾക്ക് താങ്ങുവൃക്ഷങ്ങളിൽ നിന്നുള്ള തണലാണ് മറ്റൊരു സുരക്ഷ. ശീമക്കൊന്ന താങ്ങകാലായും തണലായും പച്ചിലവള ചെടിയായും പ്രയോജനപ്പെടുത്താം. കമുകിൽ, വാനില, കൊടി, തിപ്പലി എന്നിവ വളർത്തുന്നവർ വെയിലടിയേറ്റ് കമുകിൻ തടി പൊള്ളുന്നത് തടയാൻ ഓല കൊണ്ട് തടി പൊതിയണം. നീളമുള്ള പാളയും ആവശ്യത്തിനായി ഉപയോഗിക്കാം. 2 വർഷത്തിനു മേൽ പ്രായമുള്ള കമുകിൻ്റെ തടിയിൽ വെള്ളം പൂശണം. വേനൽക്കാലങ്ങളിൽ വളപ്രയോഗം, കീടനാശിനികളുടെ പ്രയോഗം എന്നിവയിലും പ്രത്യേക ശ്രദ്ധ വേണം. ഇക്കാലയളവിൽ ചൂട് കൂടുതലുള്ള വളങ്ങൾ ഒഴിവാക്കണം. രാസവളങ്ങൾ ഒഴിവാക്കണം. മണ്ണിനും വിളകൾക്കും ഇത് ദോഷമേ വരുത്തൂ എന്ന കാര്യം മറക്കരുത്. ഇക്കാലയളവിൽ ചാണകപ്പൊടി, മറ്റ് ജൈവവളങ്ങൾ എന്നിവ ഉപയോഗിക്കാം. ചൂട് കൂടുതലുള്ളതിനാൽ കോഴിവളം ഒഴിവാക്കുക. ആര്യവേപ്പിൻ്റെ കൃഷിരീതിയും ഉപയോഗങ്ങളും. ആര്യവേപ്പ് കർണാടകത്തിലെ വനങ്ങളിലാണ് കൂടുതലായി കാണുന്നത്. എല്ലാത്തരം മണ്ണിലും കാലാവസ്ഥയിലും ഈ ഔഷധ സസ്യം വളർന്നു കാണാറുണ്ട്. കൃഷിരീതി: വിത്ത് മുളപ്പിച്ചാണ് തൈകൾ ഉണ്ടാക്കുന്നത്. ജൂൺ മുതൽ ഓഗസ്റ്റ് മാസം വരെ കായ്കൾ ലഭിക്കും. വിത്തുകളുടെ അങ്കുരണശേഷി വേഗം നശിക്കുന്നതിനാൽ കായ്കൾ ശേഖരിച്ച ശേഷം ഉടനെ തന്നെ പാകി മുളപ്പിക്കണം. പാകുന്നതിന് മുമ്പ് 6 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർക്കുന്നത് നല്ലതാണ്. നഴ്സറിയിൽ തടങ്ങൾ എടുത്ത് 15x5 സെൻറ്റിമീറ്റർ അകലത്തിൽ വിത്ത് പാകാം. 15 മുതൽ 20 ദിവസങ്ങൾ കൊണ്ട് വിത്ത് മുളച്ചു തുടങ്ങും. 2 മാസം പ്രായമെത്തിയ തൈകൾ പ്ലാസ്റ്റിക് കവറിലേക്കോ കൃഷിസ്ഥലത്തേക്കോ മാറ്റി നടാം. ഏതാണ്ട് 5 മുതൽ 6 മീറ്റർ വരെ അകലത്തിൽ 50-75 സെൻറ്റിമീറ്റർ സമചതുര കുഴികൾ എടുത്ത് മേൽമണ്ണും ചാണകവും മണലും മറ്റും ഇട്ട് കുഴി മൂടി തൈകൾ വയ്ക്കാം. തൈ ഒന്നിന് 15 മുതൽ 20 കിലോഗ്രാം വരെ കാലിവളം വർഷത്തിൽ ഇട്ടുകൊടുക്കാം. രാസവള പ്രയോഗം അഭികാമ്യമല്ല. ആവശ്യമെങ്കിൽ നനയ്ക്കാം. ജനുവരി മുതൽ മെയ് മാസം വരെയാണ് പൂക്കാലം. മെയ് ആഗസ്റ്റ് മാസങ്ങളിൽ കായ്കളാകും. ഫലത്തിനകത്തുള്ള വിത്തിന് കട്ടിയുള്ള കവചമുണ്ട്. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഇല പൊഴിയും. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു സസ്യത്തിൽ നിന്ന് 350 കിലോഗ്രാം ഇലയും 40 മുതൽ 50 കിലോഗ്രാം കായും വർഷത്തിൽ ലഭിക്കും. പച്ചക്കായ് ഉണങ്ങിയാൽ 60% തൂക്കമുണ്ടാകും. അതിൽ നിന്നും ഏതാണ്ട് 10% പരിപ്പ് ലഭിക്കും. ഔഷധ ഉപയോഗങ്ങൾ. വേപ്പെണ്ണയിൽ നിന്നെടുക്കുന്ന നിംബിഡിൻ എന്ന രാസഘടകത്തിന് സോറിയോസിസ് തടയാൻ കഴിവുണ്ട്. ആര്യവേപ്പിൻ്റെ ഇല, വിത്ത്, തൊലി, തൈലം ഇവ വാത, ത്വക്ക് രോഗങ്ങൾക്ക് പ്രതിവിധിയായി ഉപയോഗിക്കാറുണ്ട്. ആര്യവേപ്പിന് രോഗാണുക്കളെ നശിപ്പിക്കുന്നതിനുള്ള ശേഷിയുണ്ട്. കഫം, പിത്തം ഇവ കുറയ്ക്കുന്നതിനും രക്തശുദ്ധി ഉണ്ടാക്കുന്നതിനും പല ചർമ്മരോഗങ്ങളുടെ ചികിത്സയ്ക്കും ഉപയോഗിക്കാറുണ്ട്. വേപ്പിൻ്റെ നീര് കുടിക്കുന്നത് വാതരോഗങ്ങൾക്ക് നല്ലതാണ്. മഞ്ഞപ്പിത്തം, വയറ്റിലുണ്ടാകുന്ന കൃമി എന്നിവയ്ക്ക് വേപ്പില നീരും തേനും ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ്. വേപ്പിലയും പച്ചമഞ്ഞളും ചേർത്തരച്ച് വിഷജന്തുക്കൾ കടിച്ച ഭാഗത്ത് പുരട്ടിയാൽ വിഷശമനം ലഭിക്കും. വേപ്പില അരച്ച് പുരട്ടുന്നത് പൊള്ളലിന് നല്ലതാണ്. ആര്യവേപ്പിലയിട്ട വെള്ളത്തിൽ കുളിക്കുകയോ ആര്യവേപ്പില അരച്ച് പേസ്റ്റ് രൂപത്തിൽ തൊലിയിൽ പുരട്ടുകയോ ചെയ്താൽ വസൂരി രോഗം ശമിക്കും. മലേറിയ രോഗത്തെ ഒരു പരിധിവരെ ചെറുക്കാൻ വേപ്പിന് കഴിയും. വേപ്പിൻ്റെ ഇലയിൽ നിന്നും ബീജത്തിൽ നിന്നും രൂപപ്പെടുത്തിയെടുത്ത എത്തനോൾ സത്താണ് ഇതിനുപയോഗിക്കുന്നത്. നൈജീരിയ, ഹെയ്റ്റി തുടങ്ങിയ സ്ഥലങ്ങളിൽ മലേറിയ രോഗത്തിനെതിരായി വേപ്പില ചായ ഉപയോഗിക്കുന്നു. ക്യാൻസറിനെതിരെ വേപ്പിൻ സത്ത് ഉപയോഗിക്കുന്നു. വേപ്പെണ്ണ, വേപ്പില ചാറ് എന്നിവ ഉള്ളിൽ അനിയന്ത്രിതമായ അളവിൽ ചെല്ലുന്നത് ആന്തരാവയവങ്ങളെ ദോഷകരമായി ബാധിക്കും. 100 മില്ലി വെളിച്ചെണ്ണയും 2 മില്ലി വേപ്പെണ്ണയും ചേർത്ത് ഉറങ്ങുന്നതിന് മുമ്പ് ദേഹത്ത് പുരട്ടിയാൽ കൊതുക് കടിയിൽ നിന്ന് രക്ഷ നേടാം. മണ്ണെണ്ണ, വേപ്പെണ്ണ എന്നിവ ചേർത്ത് ചിമ്മിനി വിളക്കുകളിൽ ഉപയോഗിച്ച് കൊതുകിനെ അകറ്റാം. വേപ്പിൻ്റെ ഉപയോഗം മറ്റു മേഖലകളിൽ. വേപ്പിലെ ജൈവിക പ്രവർത്തനശേഷിയുള്ള വിവിധ രാസപദാർത്ഥങ്ങൾ കീടങ്ങളെ അകറ്റി നിർത്തുന്നു. വേപ്പിലെ മുഖ്യ രാസവസ്തുക്കളിലൊന്നായ അസഡിറാക്റ്റിൻ
കീടങ്ങളുടെ വളർച്ചയെ മുരടിപ്പിക്കുന്നു. ഇവയെ കൂടാതെ സസ്യങ്ങളിലെ ചില രോഗങ്ങൾക്കെതിരെയും ഇത് ഫലപ്രദമാണ്. വേപ്പിൻ പിണ്ണാക്കും വേപ്പിലയും നെല്ലിൻ്റെ പോള രോഗത്തിനെതിരെ ഫലപ്രദമാണ്. ഇഞ്ചിയുടെയും മഞ്ഞളിൻ്റെയും വേരിനെ ബാധിക്കുന്ന രോഗങ്ങളെ തടയാൻ വേപ്പിൻ പിണ്ണാക്കിന് കഴിവുണ്ട്. ഏലം കൃഷിക്കാർ നിമാവിരകളെ ചെറുക്കാൻ വേപ്പിൻ പിണ്ണാക്ക് ഉപയോഗിക്കുന്നു. കീടനാശിനി: 500 ഗ്രാം വേപ്പിൻ കുരുവിന് 10 ലിറ്റർ വെള്ളം എന്ന കണക്കിൽ വേപ്പിൻ കുരു ചതച്ച് തുണിയിൽ കിഴികെട്ടി പാത്രത്തിലെ വെള്ളത്തിൽ മുക്കി ഒരു രാത്രി വയ്ക്കുക. അടുത്ത ദിവസം ഇതിൻ്റെ സത്തെടുത്ത് കീടനാശിനിയായി തളിക്കുകയും കിഴിക്കുള്ളിലെ ചണ്ടി വിതറുകയും ചെയ്യാം. വിപണിയിൽ ലഭിക്കുന്ന വളങ്ങൾക്കു പകരമായി ഈ ചെലവ് കുറഞ്ഞ ചണ്ടി ഉപയോഗിക്കാം. നൈട്രജൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ്, കാൽസ്യം, മഗ്നീഷ്യം എന്നീ മൂലകങ്ങൾ വേപ്പിൻ കുരുവിൽ അടങ്ങിയിട്ടുണ്ട്. 95 മില്ലി ആൽക്കഹോളോ അസറ്റോണോ പോലുള്ള ദ്രാവകത്തിൽ 5 മില്ലി വേപ്പെണ്ണ ലയിപ്പിച്ച് 5% വീര്യമുള്ള ഒരു മിശ്രിതം തയ്യാറാക്കുക. ഉപയോഗശൂന്യമായ കൊതുകുതിരി മാറ്റിൽ ഈ മിശ്രിതം 2-3 തുള്ളി ഒഴിച്ച് കുതിർക്കുക. കൊതുക് നിവാരണികളിൽ ഈ മാറ്റ് ഉപയോഗിക്കാം. കിസാൻ വാണി സമാപിക്കുന്നു.